ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനം പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായം അതിന്റെ 7-ാമത്തെ തിരുവചനം. നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും വിശ്വാസത്തിലും പ്രഭാഷണത്തിലും ജ്ഞാനത്തിലും സമ്പൂർണമായ ഉത്സാഹത്തിലും ഞങ്ങളോടുള്ള സ്നേഹത്തിലും മികച്ചു നിൽക്കുന്നത് പോലെ ഈ കാരുണ്യ പ്രവർത്തനങ്ങളിലും മികച്ചു നിൽക്കുകയും. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ജെറുസലേമിലെ ദരിദ്രരായ വിശ്വാസികൾക്കുള്ള ധനശേഖരണത്തെക്കുറിച്ച് കൊരിന്ത്യയിലെ സഭയ്ക്ക് എഴുതുന്ന ഭാഗമാണ് നാം വായിച്ചു കേൾക്കുന്നത്. അവർക്ക് വേണ്ടിയുള്ള കാരുണ്യ പ്രവർത്തനങ്ങളിൽ നിങ്ങളും ചേർന്ന് നിൽക്കണം, പങ്കുകാരാകണമെന്ന് ഉത്ബോധിപ്പിക്കുകയാണ്. യേശുക്രിസ്തു നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ചു. അതുകൊണ്ട് ദാനജീവിതം ക്രിസ്തുവിനെ അനുകരിക്കുന്നതാണ്. ദാനം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ അടയാളമാണ്. സ്നേഹം വാക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പ്രവൃത്തിയിലൂടെ തെളിയിക്കണമെന്ന് പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ അദ്ദേഹം എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. ശരീരത്തിലെ ഒരു ഭാഗം വേദനിക്കുമ്പോൾ മറ്റു ഭാഗങ്ങളിൽ ആ വേദന അനുഭവപ്പെടുന്നത് പോലെ സഭയിൽ ഒരംഗം ഒരാവശ്യത്തിന് ബുദ്ധിമുട്ടുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ സഭയിലുള്ള മറ്റുള്ളവർ പങ്കുചേർന്ന് ആ ആവശ്യം നിറവേറ്റി കൊടുക്കുവാനായിട്ട് ഇടയായിത്തീരണം. അങ്ങനെയാണ് നാം ജീവിക്കുന്ന ക്രിസ്തുവിന്റെ പ്രതീകമായി മാറുക. വിശുദ്ധനായ എഫ്രൈം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ കയ്യിൽ അധികമുള്ളത് മറ്റൊരാളിന്റെ വിശപ്പിനെ അകറ്റാനായി ദൈവം നിനക്ക് നൽകിയതാണ്. അത് നീ പങ്കുവച്ചില്ലെങ്കിൽ നിന്റെ കൈവശമുള്ളത് അനുഗ്രഹത്തിന് പകരം വിധിയായി മാറും. പ്രിയപ്പെട്ടവരെ, ഈ ദിനങ്ങളിൽ മറ്റുള്ള വേദനിക്കുന്നവരെ കണ്ടെത്തി, ആവശ്യക്കാരെ കണ്ടെത്തി അവരെ സഹായിക്കുവാൻ, നമുക്കുള്ളതിൽ നിന്ന് മറ്റുള്ളവർക്ക് പങ്കുവെക്കുവാൻ നമുക്കിടയാകട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.